സംരാരകനെ രാവിലെ കട തുറന്നില്ല. നിന്നെ കാണണമെന്നും പറഞ്ഞ് തന്നെയാണ് സോമ ഞാൻ വന്നത്. പ്രാർത്ഥന മാത്രമല്ല, നീ ഇന്നലെ പാന്റ് എന്നും പറഞ്ഞ് എനിക്ക് എന്താണ് തച്ചു തന്നത്? സോമൻ പാന്റ് വെച്ചാൽ അത് പാന്റാണ്. ഏത് പാന്റിനാടാ സോമ 3 കാലുള്ളത്? ഏത് പാന്റിന്? അല്ല ഇത് ഇപ്പോഴത്തെ ട്രെൻഡാണ്. എന്തോന്ന്? ഈ പാന്റിന്റെ പേര് തന്നെ മുക്കാപ്പുലെന്നാണ്. സോമ, നിനക്കൊരു കയ്യബദ്ധം പറ്റിയിട്ട് പാപം പിടിച്ച റഹ്മാന്റെ തലയെ കൊണ്ട് വെക്കരുതേ നീ. എന്നിട്ട് വേണം തമിഴ്നാട്ടിലെ ആൾക്കാരെല്ലാം കൂടെ നിനക്ക് കൂട്ട പ്രാർത്ഥന ചെയ്യാൻ. അല്ല പാസ്റ്റർ ഇവിടെ എവിടെ വീണൊടിയുന്നു അവിടെ പ്ലാസ്റ്റർ. ഇവിടെ കിടന്ന് അലക്കാ. നീ ആ ജംഗ്ഷനിൽ പോയി കിടന്ന് അലയടേ. അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറ്റൂല. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോട്ടറി കച്ചവടക്കാരും തൈലക്കടക്കാരും എല്ലാം ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. അവരുടെ ആ കച്ചവടത്തിനിടയിൽ എന്റെ പ്രാർത്ഥന മുങ്ങിപ്പോവും. അയ്യോ, അതങ്ങനെ മനസ്സിലായില്ല. ഞാനിപ്പോ അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കും. ദൈവങ്ങളെ കാലം കാത്തുവെച്ച സംരാരകനെ എന്ന് പറയുമ്പം ലോട്ടറി കച്ചവടക്കാർക്ക് തുടങ്ങും. കേരള സൗഭാഗ്യ ഭാഗ്യക്കുറികൾ നാളെയാണ്. അപ്പൊ തൈലക്കടക്കാരൻ തുടങ്ങും. പാദത്തിന് ആവി കൊടുക്കണ്ട, ചൂട് കൊടുക്കണ്ട, വളരെ മനോഹരമാണ്. എല്ലാത്തിന്റെ ഇടയിൽ എന്റെ പ്രാർത്ഥന അങ്ങ് മുങ്ങും. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ നിറയ്ക്കുന്നില്ല. വല്ല പണിക്ക് പോടാ ഇറക്കാം. എന്നിട്ട് 10 പൈസ ഉണ്ടാക്കാൻ നോക്ക്. പണിക്ക് പോയി പണമുണ്ടാക്കിയ യൂസഫ് അലി, നോക്ക്, നിങ്ങളെ ലുലു മാളിന്റെ ഒരു ഓട് പൊളിഞ്ഞിരിക്കണം. ഉച്ചിയിൽ വീണ എപ്പോഴാണെന്ന് നോക്കണം. നന്നാക്കാൻ വേണ്ടി നടക്കുന്നത്. എന്റെ കാര്യം എനിക്ക് നോക്കാറിയ, നീ നിന്റെ കാര്യം നോക്കാൻ പോറെ. കാര്യമൊക്കെ നോക്കാം. ഇതിന്റെ ഒരു സംഭവം നടക്കാൻ പോവാ. സംഭവം 2 ആഴ്ചക്ക് മുമ്പ് നമ്മുടെ ഗുണ്ട സാബു ഇല്ലേ, നമ്മളെ മനോജിനെ ഇവിടെ അടിച്ചില്ലേ? നീയല്ലേ പോലീസിന്റെ അടുത്ത് സാക്ഷി പറഞ്ഞത്? ഞാൻ തന്നെയാണ് സാക്ഷി പറഞ്ഞത്. അതിനെന്ത്? സാബു വരുന്നുണ്ട്. പിന്നെ സാബു വരുന്നു. ദൈവമേ ദൈവമേ, ഒരുവൻ മുതലാളി, ഉലകിൽ മറ്റവൻ തൊഴിലാളി, വിധിയിൽ നിൽപ്പവനെ മാളി, വിരുന്ന് കൊടുത്തവൻ അറുവാളി. ആരാ മനസ്സിലായില്ല? ഇവിടെ പാസ്റ്റർ. ഇവിടെ എങ്ങും അങ്ങനെ കണ്ടിട്ടില്ല. പാരീസിലായിരുന്നു. നിങ്ങളാണല്ലേ പ്ലാസ്റ്റർ ഓഫ് പാരീസ്? പാരീസിലായിരുന്നു. സോമോ സോമ, അന്തരീക്ഷത്തിട്ട് ഷർട്ട് അടിക്കുന്നതിന് എങ്ങനെയാണ് റേറ്റ്? അയ്യോ, നീ പോലീസില് എനിക്കെതിരെ ദൃക്സാക്ഷി പറയുമല്ലടാ? ദൃക്സാക്ഷിയാ? പോലീസില് നീ എനിക്കെതിരെ ദൃക്സാക്ഷി പറയുമല്ലടാ? ദൃക്സാക്ഷിയല്ല, ദൃക്സാക്ഷി. കഷ്ടത്തിന്റെ ക്ഷ. ആരെ കഷ്ടത്തിന്റെ ക്ഷ? അങ്ങനെയൊന്നുമില്ല, എല്ലാവരുടെയും കഷ്ടത്തിന്റെ ക്ഷ. കാര്യം അറിയാതെ നീ സാക്ഷി പറയാൻ നിൽക്കും. സംഭവം നീ മനസ്സിലാക്കണം. മനോജിന് ഞാൻ തല്ലിയ കാരണം നീ മനസ്സിലാക്കണം. മനസാക്ഷിയുടെ ഞാൻ കണ്ടത് മാത്രമേ പറഞ്ഞു. കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൊച്ചിന്റെ വണ്ടിയുടെ ഫ്രണ്ട് വീല് ഈ മനോജ് അടിച്ചോണ്ട് പോയി. അയ്യോ, അത് ഞാൻ അറിഞ്ഞോ? കർമ്മസാക്ഷിയുടെ പിറകുവശത്തെ വീല് 2ാമത് വന്ന് അടിച്ചോണ്ട് പോയി. നീ അറിഞ്ഞോ? ഞാൻ അറിഞ്ഞില്ല. അതൊക്കെ പോട്ട്. ഇത് ഏത് വണ്ടി? നമ്മുടെ പുതിയൊരു മറ്റേ മുട്ടായി ഉണ്ടല്ലോ, കുണ്ട്ര ജോയി, അങ്ങനെ എന്തോ മുട്ടായി. അതിന്റെ കൂടെ കിട്ടുന്ന ബുള്ളറ്റ് ഇല്ലേ, പച്ച ബുള്ളറ്റ്. ഈ ബുള്ളറ്റിന്റെ 2 വീലായി മനോജ് കൊണ്ടുപോയി. അവനെ തല്ലണ്ട ഞാൻ. അല്ല, ഞാനിതൊന്നും അറിഞ്ഞില്ല സംഭവം. രക്തസാക്ഷിയുടെ ക്ഷമ എന്ന് പറയുന്ന സാധനത്തില് ഷാ ഉള്ളോണ്ടാണ് ഇത്രയും നാള് ഒരു കാര്യം പറയുമ്പോ നിനക്ക് അറിയില്ല സാബുവിനെ. നിനക്ക് സാബുവിനെ അറിയില്ല. നിനക്ക് അതെന്തൊരു സംസാരം സാബു സംസാരിക്കുന്നത്? എന്തോ എനിക്ക് സാബുവിനെ അറിയാം. സാബുവിന്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. സാബുവിന്റെ വീടിന്റെ ഫ്രണ്ടിൽ വലിയ 2 പ്ലാവ് ഇരിപ്പുണ്ട്. ഓരാങ്കിൽ നിങ്ങളെ ബാത്റൂമിൽ മെമ്പറെ ഫ്ലെക്സ് ഇരിപ്പുണ്ട്. അങ്ങനെ അല്ലെന്ന് സാബുവിന്റെ സ്വഭാവം നിനക്ക്. നിന്നെ കാരണം നാണക്കേട് കൊണ്ട് ഞാൻ ബോംബെ വരെ പോയി. അറിയാം? ബോംബെയിൽ എവിടാ? ബോംബെയില് ഞാൻ മഞ്ചേരി എന്ന് പറഞ്ഞാൽ മലപ്പുറത്തല്ലേ? അന്തേരി എന്ന് പറഞ്ഞാൽ ബോംബെയിലല്ലേ? ബോംബെയിൽ എവിടാ? ഉള്ളേരി എന്ന് പറഞ്ഞാൽ കോഴിക്കോടല്ലേ? കോഴിക്കോട് എവിടാ? നീ കുറെ സ്ഥലങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിട്ട് എന്റെ തോളി ഒന്നും കയറില്ല. നീ അങ്ങോട്ടാ പോ. ഉള്ളേരി എവിടെ, അവിടെ എവിടെ എന്ന് പറഞ്ഞു വെച്ചിട്ട് എന്റെ കൊച്ചിനെ ഇപ്പൊ സ്കൂളിൽ അറിയപ്പെടുന്ന എന്താണെന്നറിയോ? ഗുണ്ടയുടെ മകനെന്നാണ് പറയുന്നത്. നിന്നാളെ സോമ ഞാൻ കേറ്റുമെന്ന് പറഞ്ഞാൽ സോമ ഞാൻ കേറ്റും. നീ കേസ് പിൻവലിക്കണം സോമ. സാക്ഷി പറഞ്ഞത് പിൻവലിക്കണം സോമ. സാബുവേ, പിൻവലിക്ക് സോമ. സാബുവേ, അച്ഛൻ എങ്ങനെ ഉണ്ടടാ?
ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഭയങ്കര വലിവൊക്കെ ആയിരുന്നു രാത്രി ആയപ്പോഴേ. ഈ ബീഡി വലിയാണ് കൊച്ചിലെയുള്ള ബീഡി വലിയല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. രാത്രി ആയപ്പോ നേരെ വണ്ടി വിളിച്ച് ഞാനിലെടുത്തോണ്ട് പോയത്. അങ്ങനെ വിഷയമായിരുന്നു. അമ്മ പറഞ്ഞത് മുട്ടിന് വേദന എന്ന് പറഞ്ഞാൽ സാബുന്. ഓ, ഈ വലിയ വെച്ചോണ്ട് ഇങ്ങനെ പോയി കള്ളു കുടിച്ചിട്ട് വരും. അപ്പൊ അമ്മ എടുത്തിട്ട് ഇടിക്കും. മുട്ടിനല്ലേ ഇടിക്കുന്നത്, അതിന്റെ വേദന അമ്മയ്ക്കുണ്ട്. അങ്ങനെ അനിയന്റെ കല്യാണം നേരത്തെ നടത്തണം. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രായ ഒത്തിരി ആയില്ല ചെറുക്കനെ. നമ്മളിപ്പോ വിചാരിക്കുന്ന കണക്കല്ല, കല്യാണ സമയത്ത് നടക്കണ്ടേ. പിന്നെ ആളും പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. 35 വയസ്സ് കഴിഞ്ഞവരെ എപ്പോഴേ നടത്തേണ്ട കാര്യങ്ങളുണ്ട്. എന്റെ കുടുംബ പുരാണം മൊത്തം കേട്ടോ. ഇവിടെ ഒരു കത്തി ഇരിക്കുന്നുണ്ട്, ഇരിപ്പുണ്ട് കേട്ടോ. സമയം കിട്ടുമ്പോ എടുത്ത് കുത്തിയിട്ട് എന്നെ ഒന്ന് വിളിക്കണേ. ക്ഷമ വേണം നമുക്ക്, ക്ഷമ. ഒരു സാരോപദേശം ഞാൻ പറഞ്ഞു തരാം. ക്ഷമ. ഒരു ഇടുങ്ങിയ പാലം, ആ പാലത്തിലൂടെ ഒരു വണ്ടിക്ക് മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. അതിൽ ഒരു വശത്ത് സോമന്റെ കാർ, മറുവശത്ത് സാബുവിന്റെ കാർ. അപ്പൊ 2 കാറുകളും ഇങ്ങനെ കേറി മുട്ടി വന്നാൽ ഇടുങ്ങിയ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ പോകും? അവിടെയാണ് ക്ഷമ. ക്ഷമ ക്ഷമ. സാബു എന്ത് ചെയ്യണം? സാബുവിന്റെ കാർ പുറകോട്ടെടുത്തൊരു സൈഡിൽ മാറ്റിയിട്ടേക്കണം. അതാണ് ക്ഷമ. ഞാൻ ക്ഷമിച്ച് എന്റെ വണ്ടി മാറ്റിയിട്ടേക്കണം. ഇതേ ക്ഷമ തന്നെ അവനും ഉണ്ടെങ്കിൽ അവനും വണ്ടി അവിടെ ഒതുക്കിയിട്ടേക്കൂലേ. രണ്ടുപേരും 2 സൈഡ് കിടക്കൂലേ. ഇത് അങ്ങനെ കിടക്കാനാണ്. ഇതാണ് ഉപദേശം. ഉപദേശം. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നെ ഒന്നും ചെയ്യരുത്. എനിക്ക് ആകെ ഈ തൊഴിൽ മാത്രം ചെയ്ത് ജീവിക്കുന്നവരാണ് ഞാൻ. നിനക്ക് ഈ തൊഴിൽ മാത്രമല്ല, നിനക്ക് നല്ലതുപോലെ തടിപ്പണി അറിയാമെന്ന് ഞാൻ പറയും. അയ്യോ, എനിക്ക് നല്ലതുപോലെ അവന് തടിപ്പണി അറിയാം. സോമന് തടിപ്പണി അറിയത്തില്ല. ഞാൻ പറയും തടിപ്പണി അറിയാം അറിയാം അറിയാം. സോമന് തടിപ്പണി അറിയുന്നു. നിങ്ങളൊക്കെ അങ്ങനെ അറിയാം? സുമയുടെ ബ്ലൗസ് കണ്ടിട്ടുണ്ടോ? കിടിലോ ഒരു ജനലാണ് പിഴകിൽ പണിഞ്ഞു വെച്ചേക്കുന്നവൻ. അതിന്റെ വാതിലിടാ മാപ്പിള കിടന്ന് ഓടുന്നവളാ. അപ്പൊ ഇവന് അറിഞ്ഞൂടെ പണി. ദൈവത്തിന്റെ കോപം കുഞ്ഞിന് കയറിയിരിക്കുന്നു. അതാണ് പ്രാർത്ഥിച്ച് മാറ്റിയാൽ അത് മാറും. കേസ് പിൻവലിക്കാൻ പറ. ദൈവമേ, ഈ കുഞ്ഞിന്റെ ദേഹത്ത് കൂടിയ സാത്താനെ നീ പുറത്ത് കളഞ്ഞ ദൈവത്തിന്റെ മണ്ണിലേക്ക് കാക്കപ്പിടിയാ കളഞ്ഞിട്ട് പോടാ. അവ അതും ഇത് വിൽക്കും വല്ല മരിച്ചു വെച്ചോണ്ടിരിക്കുന്നവൻ. ദാ ഈ കിടക്കുന്ന കല്ലെടുത്ത് നിന്റെ മിഷൻ ഇടിച്ചു പൊട്ടിക്കാൻ പോകുന്നു. സാബുവായത് പറയുന്നത് ഇതാണ് സത്യം. ഒരു നാൾ മറ നീക്കി പുറത്തു വരും. സോമു, നീ ഒരു തയ്യലും കൂടെ തയ്ക്കണം. എനിക്ക് പിടിപ്പത് പണി ഇവിടെ നിങ്ങൾ പോയ അതിലടാ ഇവിടെ ഒന്ന് തച്ച് തരണോന്ന്. അയ്യേ ഇത് എന്തൊരു ചെയ്യേ. അയ്യടാ നോക്കിക്കാ. എന്താടാ പൂക്കളോ? പൂക്കളമാണോ? പൂക്കളം എന്ന് വെച്ചാൽ രാവിലെ പെണ്ണും പിള്ളയ്ക്ക് തൊഴിലുറപ്പിന് പോകണം. എനിക്ക് എന്റേതായ ജോലിയുണ്ട്. കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോകണം. തിരക്ക് പിടിച്ച ജീവിതം സംഭവിക്കാം. ഇതാണ് പറയുന്നത് വാളെടുത്തവർ നിക്കറാൽ. മര്യാദയ്ക്ക് കേസ് പിൻവലിക്കണം. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ 2 പേരുടെയും മനസ്സിൽ ഇപ്പൊ എന്തോ ഒരു നിഗൂഢ വാശിയിരിക്കുകയാണ്. എന്ത് വാശിയിരിക്കുന്നു? ഞാൻ മാറ്റിത്തരാം. ഒരു സാരോപദേശം കൂടി നിങ്ങൾക്ക് തരാം. ഒരു മരുഭൂമിയിലൂടെ കുറെ ജൂതന്മാർ ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഒരു കാര്യം, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരും കൂടി എനിക്ക് ഒരു 500 രൂപ തരണം ഈ സാരോപദേശത്തിന്. 500 രൂപ. അങ്ങനെ കുറെ ജൂതന്മാർ ഇങ്ങനെ മരുഭൂമിയിലൂടെ ഇങ്ങനെ വിശന്ന് വലഞ്ഞു പോകുമ്പോൾ അവരെന്ത് കഴിക്കും? എങ്ങനെ? കുറെ ജൂതന്മാർ മരുഭൂമിയിലൂടെ ഇങ്ങനെ വിശന്ന് വലഞ്ഞു പോകുമ്പോൾ അവരെന്ത് കഴിക്കും? നിനക്ക് 500 രൂപയ്ക്ക് വല്ല മേടിച്ചിട്ടുണ്ടെങ്കിൽ നീ പോയി മേടിച്ചാൽ ജൂതന്മാർ തലയെ കൊണ്ടുവയ്ക്കണം. ആവശ്യമില്ലാതെ 500 രൂപ നമ്മൾ തരേണ്ട കാര്യം എന്തെന്ന്? ജൂതന്മാർ മര്യാദക്ക് നീ കേസ് പിൻവലിക്കണം. ഞാൻ പിൻവലിക്കുന്ന മുമ്പ് എനിക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ഈ കുരുക്കുന്ന എനിക്ക് രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടണം. മനുഷ്യൻ രക്ഷപ്പെടണം. ഏത് കാലഘട്ടത്തിൽ നിന്നും മനുഷ്യൻ രക്ഷപ്പെടണം. കണ്ടീഷൻ പറ. ഇനി എന്നെ ഉപദ്രവിക്കാൻ വരരുത്. അത് എഴുതി എനിക്ക് ഒപ്പിട്ട് തരണം. ഇതെല്ലാം കേസിന് ഇത് ദൈവത്തിന്റെ പത്രമാണ്. ഒരു കാര്യം കണ്ടീഷൻ എന്താ? അതായത് എന്റെ കടയുടെ മുമ്പ് ഇനി ആരും
ആരെയും കൊണ്ടും തല്ലരുത്. ആരെയും കൊണ്ടുവന്നു ഞാൻ തല്ലത്തില്ല, അതുപോലെ എന്നെ ശല്യം ചെയ്യില്ല. ഓക്കെ 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 അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ തങ്ങൾ ഒരു പ്രശ്നമില്ല. പ്രശ്നമില്ല, ഡീലല്ലേ? ആ ഞാൻ ഡീലാണ്. ഡീലാണ്. ഓക്കെ സംഭവം. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. അപ്പൊ ഓക്കെ ഓക്കെ. സമയം കിട്ടുമ്പോഴേ അതങ്ങ് പൊക്കി മാറ്റിക്കും. അയ്യോ അതെ, അത് മോശമല്ലേ? ഒരു പാവപ്പെട്ട ഒരു ബ്രദർ, അത് മോശമല്ല. അക്കമ്മ പാക്കിയാ ചേടാ